ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സ്വർഗം സഹായിച്ചു. പ്രിയ കുഞ്ഞളാൻറ്റിക്ക് ദൈവം കൊടുക്കുന്ന ആരോഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയ രാജീവനങ്ങളിന് ദൈവം കൊടുത്ത സൗഖ്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ രഞ്ജിക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് എത്രയോ അനുഗ്രഹീതമാണ്. ഇത്ര ശ്രേഷ്ഠമേറിയ നാമത്തിൻ്റെ മുൻപിൽ നമുക്ക് കൂടി വരുവാൻ ഭാഗ്യം ലഭിച്ചത് എത്രയോ അതിശയകരമാണ്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട നമുക്ക് ഈ നല്ല യേശുവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് പ്രിയ ചിത്തനെ, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് പ്രിയ വിനിതയെ, വ്യത്യസ്ത ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മെ ഓരോരുത്തരെയും ഒക്കെ തിരഞ്ഞെടുത്ത് ഈ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27, 28 എന്നീ വേദവാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27, 28. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർ നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷമാകും. മാനവരെ രക്ഷിച്ചിടുവാനായി വാനത്തിൽ നിന്നീഹത്തിൽ വന്നവൻ ജീവനേകിയോരേശു ഭൂവിൽ തിരികെ വരും. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. തൻ ശുദ്ധരെ ആകാശ ചേർക്കുവാൻ യേശു വരുന്നു താമസം വിനാ. പാർത്തലത്തിൽ നിന്നവൻ ചേർത്തിടും സന്നിധോ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. എബ്രായ ലേഖന കർത്താവ് ഇനിയും സംഭവിക്കുവാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ 2 വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഓർമ്മിക്കുവാൻ വേണ്ടി 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, there is a death, ഒരിക്കൽ മരിക്കും. There is a judgment. പിന്നെ
ന്യായവിധി ഉണ്ടാകും. അവസാന വാക്യം ഇങ്ങനെ പറയുന്നു, 3, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. Our Jesus will come soon. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി ഉണ്ടാകും, മൂന്നാമതായി കർത്താവ് പ്രത്യക്ഷനാകും. ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിൻ്റെ മടങ്ങിവരവ്. യേശുക്രിസ്തു രണ്ടാമത് മടങ്ങിവരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അനവധി സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയതിന് ശേഷം പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പിന്നെയും വരും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുന്ന സന്ദർഭത്തിൽ മാലാഖമാർ ഇങ്ങനെ രേഖപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ദൂതന്മാർ, മാലാഖമാർ പ്രഖ്യാപിച്ചു, യേശു രണ്ടാമത് മടങ്ങി വരും എന്ന്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തോലന്മാർ അവരുടെ ലേഖനങ്ങളിലെല്ലാം രേഖപ്പെടുത്തി, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, കർത്താവ് ഗംഭീര നാദത്തോടെ വീണ്ടും മടങ്ങി വരും എന്ന് അപ്പോസ്തോലന്മാർ അവരുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. പ്രഭാതത്തിലെ ഇംഗ്ലീഷ് സന്ദേശത്തിലും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പറ്റി നമ്മൾ കേൾക്കുകയുണ്ടായി. ലോകത്തിലെ സംഭവങ്ങളെല്ലാം യേശുവിന്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അടയാളങ്ങളും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലും ഏകദേശം 28-ൽ പരം അടയാളങ്ങൾ യേശു രണ്ടാമത് മടങ്ങി വരുന്നതിനെ പറ്റി യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ഒലിവുമലയിൽ ഇരുന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അനവധിയാണ്. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധങ്ങൾ ഈ 19-ാം നൂറ്റാണ്ടിലാണ് നടന്നിരിക്കുന്നത്. വലിയ ക്ഷാമങ്ങൾ ഉണ്ടാകും എന്ന് യേശു പറഞ്ഞു. ലോകത്തിലെ പട്ടിണി മരണങ്ങളും ദാരിദ്ര്യവും മറ്റേത് കാലഘട്ടത്തെക്കാട്ടിലും ഇത്രയും ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ആകാശത്തിൽ വലിയ കാഴ്ചകൾ ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും പത്രങ്ങളിൽ കണ്ടു, ഇന്ത്യയിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഭയങ്കരമായ കാഴ്ചകൾ, തീഗോളങ്ങൾ ഒക്കെ കണ്ടു. അതുപോലെ വീണ്ടും തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ന് വലിയ ഉപദ്രവങ്ങൾ ക്രിസ്തു ഭക്തന്മാർക്കുണ്ടാകും. മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ഒക്കെ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അനേക പ്രിയപ്പെട്ടവർ ഉപദ്രവം സഹിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ മരണം വഴിയായി മാറ്റപ്പെടുന്നു. വീണ്ടും തിരുവചനം പറയുന്നു, ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. 19-ാം നൂറ്റാണ്ടിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് പറക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായത്. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി, ചൊവ്വയിൽ പാത്ത് ഫൈൻഡർ ഇറക്കി. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് കൂടെ ചാൻസ് ലഭിച്ചിരിക്കുകയാണ് ചൊവ്വയിൽ പോയി താമസിക്കാനായിട്ടുള്ള അതിനുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടി ഹൂസ്റ്റണിൽ നിന്നുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. വർഷങ്ങൾക്ക് മുൻപേ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ അനേക സംഭവങ്ങൾ നിവർത്തിപഥത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ അന്ന് ജ്ഞാനം വർദ്ധിക്കുമെന്ന്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് സ്പെയിനിലെ രാജാവ് അറിഞ്ഞത്.
കുമാരനാശാൻ പതിനെയാറ്റിൽ മരിച്ചതിന് ശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞാണ് മലയാള മനോരമ അത് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഇരുന്നാലും ആ നിമിഷം നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനവർദ്ധന ഉണ്ടായിരിക്കുകയാണ്, വേഗതാവർദ്ധന ഉണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു, ഏറ്റവും അടുത്തിരിക്കുന്നു, സമയം സമാഗതമായിരിക്കുന്നു. ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാകുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഈ തിരുവചനങ്ങൾ നമ്മെ ഓർപ്പിച്ചുണർത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ എങ്ങനെ വരും എന്ന് 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. കർത്താവ് എങ്ങനെ വരും എന്നാണ് ആ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, കർത്താവ് വലിയൊരു നാദത്തോടെ വരും. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഗംഭീരമായ നാദം ഉപയോഗിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാദത്തെ പറ്റി, യേശുവിന്റെ ശബ്ദത്തെ പറ്റി, ദൈവ ശബ്ദത്തെ പറ്റി തിരുവചനത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് വായിച്ച സങ്കീർത്തന വേദഭാഗങ്ങളിലും ദൈവശബ്ദത്തിന്റെ മഹാത്മ്യതയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ ശബ്ദത്തിന്റെ മുൻപിലാണ് മരിച്ചവർ ഉയർക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അവർ ജീവിക്കുകയും ചെയ്യും. കർത്താവിന്റെ ശബ്ദത്തിന്റെ മുൻപിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. യേശുവിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തന്റെ ശബ്ദം കേട്ട ലാസറും യായിറോസിന്റെ മകളും. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് പ്രധാന ദൂതൻ പിശാചിനെ വെട്ടി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന സന്ദർഭത്തിൽ ഈ ആകാശത്തിൽ സാത്താന്യ സേനകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ ദൈവജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടസ്സപ്പെടുത്തുവാനായിട്ട് സാത്താന്യ സേനകളെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ മുൻപിൽ സാത്താന്യ സേനകളുടെ ശക്തികൾ ക്ഷയിക്കപ്പെടും. ഇവിടെ നിന്ന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളുവാനായിട്ട് പോകുന്നത്. മൂന്നാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ അവൻ വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവത്തിന്റെ കാഹളം, സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കാഹളം ഊതുന്നത് സഭയെ വിളിച്ചു കൂട്ടുവാൻ വേണ്ടിയാണ്. കാഹളം ഊതുമ്പോൾ പുതിയ യുഗം ആരംഭിക്കുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിന്റെ കാഹളം ഉദിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കാഹളത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, നാം എല്ലാവരും അക്ഷയരായി രൂപാന്തരപ്പെടും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മരിച്ച പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവനോടുകൂടെ മേഘങ്ങളിൽ യേശുവിനെ എതിരേൽപ്പാൻ ഉയർത്തെഴുന്നേൽക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനോടുകൂടി ആകാശമേഘങ്ങളിൽ യേശുവിനെ എതിരേൽക്കുവാനായിട്ട് പോകും. ഇനിയും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നടക്കുന്നത് ഒരു വലിയ രൂപാന്തരം നമ്മുടെ ശരീരത്തിൽ നടക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമുക്കൊരു വലിയ പുനരുത്ഥാന ശരീരം നമുക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭ്യമായി തീരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളൊരു പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിത്വത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയപ്പെടുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ഒരു പുനരുത്ഥാന ശരീരം ഉണ്ടായിരുന്നു. കർത്താവിന്റെ വരവെങ്കിൽ തന്റെ ജനത്തിന് ലഭിക്കാൻ പോകുന്നത് ഒരു പുനരുത്ഥാന ശരീരമാണ്. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുന്നു.
മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ വീണ്ടും ജീവിക്കുമോ? ദൈവം അതിന്റെ ഓരോ ശരീരവും നൽകി, ഓരോ വിത്തിനും അതിന്റെ ശരീരം നൽകുമെങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, ഈ മർത്യമായത് അമർത്യതയെ പ്രാപിക്കും. നമ്മളിപ്പോൾ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് ശക്തിയിൽ ഉയർക്കുന്ന ഒരു ദിനമുണ്ട്. അന്ന് കർത്താവിന്റെ നാദത്തിന്റെ മുൻപിൽ അങ്ങനെ ദ്രവത്വമുള്ള ഈ ശരീരം അദ്രവത്വത്തെ പ്രാപിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം അനുവദിക്കും. നമുക്കൊരു പുനരുത്ഥാന ശരീരം ലഭിക്കാനായിട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിൽ പലരും ശാരീരികമായി പലവിധമായ ബലഹീനതകളുള്ള ശരീരത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്നാൽ പുനരുത്ഥാന ശരീരത്തിൽ സൗന്ദര്യമുള്ള ശരീരമായിരിക്കും. പുനരുത്ഥാന ശരീരം എന്ന് പറയപ്പെടുന്നത് ഓർമ്മയുള്ള ശരീരമായിരിക്കും. പുനരുത്ഥാന ശരീരം എന്ന് പറയപ്പെടുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും. അത് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ശരീരമായിരിക്കും. എല്ലാം ഓർക്കുവാൻ കഴിയുന്ന ശരീരമായിരിക്കും. എല്ലാം കാണുവാൻ കഴിയുന്ന ശരീരമായിരിക്കും. അതുകൊണ്ടാണ് മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട സന്ദർഭത്തിൽ ശിഷ്യന്മാർക്ക് അവിടെ ഇരുന്ന പ്രിയപ്പെട്ടവരെ മോശയും ഏലിയാവിനെയും ഒക്കെ മനസ്സിലായി. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തിബരിയാസ് കടൽ തീരത്തിൽ വന്ന സന്ദർഭത്തിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു, യേശു ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ യേശു പുനരുത്ഥാന ശരീരത്തോടു കൂടി യേശു മറിയോട് സംസാരിച്ചു. ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും, കണ്ടാൽ മനസ്സിലാകും. ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ഓർമ്മയുള്ള ഒരു നല്ല ശരീരമാണ് പുനരുത്ഥാന ശരീരം എന്ന് പറയപ്പെടുന്നത്. നമുക്കത് ലഭിക്കാൻ പോകുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ശരീരത്തിൽ പല ബലഹീനതകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഡൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഫേഷ്യലിന് വേണ്ടി പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പുനരുത്ഥാന ശരീരത്തിന് യാതൊരു വിധമായ ഊനവും ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് ആ പുനരുത്ഥാന ശരീരത്തിൽ ശാരീരികമായ വൈകല്യമുള്ള പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ശക്തി കൊണ്ട് സകലത്തെയും കീഴാക്കുന്ന യേശുവിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം, ഇന്ന് പകൽക്കാലം പല ബലഹീനതകൾ കൊണ്ട് നിറഞ്ഞ ശരീരം, അന്ന് ആലിസാനിയുടെ ശരീരം രൂപാന്തരപ്പെടും. അന്ന് നമ്മുടെ ജോർജ് വർഗീസ് അങ്കിളിന്റെ അമ്മയുടെ കണ്ണുകൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ന് പല പ്രിയപ്പെട്ടവർക്കും ശാരീരിക ബലഹീനതകൾ ഉണ്ടെങ്കിലും അന്ന് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം ദൈവത്തിന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കും. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെങ്കിൽ നമുക്കൊരു ആത്മാവിനെ നൽകി തന്നത് ഓർത്ത് ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എത്രയോ ഭാഗ്യമേറിയവരാണ് നമ്മൾ. ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് ആക്കി വെച്ചിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. മാത്രമല്ല, എല്ലാത്തിലും ശ്രേഷ്ഠമേറിയ ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് നമുക്കൊരു പുനരുത്ഥാന ശരീരം ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാം മരണത്തിൽ പങ്കുള്ള പ്രിയപ്പെട്ടവർ ആ ഭാഗ്യകരമായ പദവി ലഭിച്ചതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ധനാഢ്യനായിരുന്ന പൗലോസിന്റെ എഴുത്തുകളിൽ ഫിലിപ്പിയ ലേഖനത്തിലെ തന്റെ ആഗ്രഹം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ആഗ്രഹം ഇങ്ങനെയാണ്, എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്റെ ആഗ്രഹം എന്ന് പറയപ്പെടുന്നത് എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം ഉണ്ടാകണം. ഒരു പുനരുത്ഥാന ശരീരത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ചുവെങ്കിൽ പകൽക്കാലം നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും ഒരു പുനരുത്ഥാന ശരീരത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. 10, 80, 100 വയസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമി വിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. എന്നാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഡിസയർ എന്ന് പറയപ്പെടുന്നത് പൗലോസ് ലീഗ ഓർപ്പിക്കുന്നത് പോലെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അവരിൽ പലരും വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കിയതിനെ പറ്റി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹങ്ങളുടെ വായ അടച്ചതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യങ്ങൾ കീഴടക്കിയതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് താഴോട്ട് വരുന്ന വേദഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർ ഉദ്ധാരണം കൂടാതെ ഒരു നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ച് ഭേദ്യമേറ്റു. പല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പല വാഗ്ദത്തങ്ങളും നിറവേറിയില്ല. പല രാജ്യങ്ങളും പലരും കീഴടക്കിയില്ല. പക്ഷെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എബ്രായ ലേഖന കർത്താവ് പറയാണ്, മറ്റു ചിലർ ഉദ്ധാരണം കൂടാതെ, ഒരു വിടുതൽ ലഭിക്കാതെ, ഒരു ആൻസർ ലഭിക്കാതെ, ഉദ്ധാരണം കൂടാതെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അവർ ഭേദ്യമേറ്റെങ്കിൽ എല്ലാ ദൈവമക്കൾക്കും ലഭ്യമാകുന്ന ഭാഗ്യകരമായ അവസ്ഥയാണ് പുനരുത്ഥാന ശരീരം. അത് തേജസ്സുള്ള ശരീരമാണ്. അത് ഇൻകറപ്റ്റബിൾ ആയിട്ടുള്ള ശരീരമാണ്. ആ പുനരുത്ഥാന ശരീരത്തിന് വേണ്ടി നമ്മെ തെരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിനായി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്ര വലിയ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവസന്നിധിയിൽ തുറക്കാം. യേശുവിന്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്ന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാണ്. ഇനിയും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു രണ്ടാമത് പ്രത്യക്ഷനാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഹോദരന്മാരുടെ കുർബാന ക്രമത്തിൽ ഇങ്ങനെ അവസാനം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവേ, നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ചും ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ, നിന്നെ മഹത്വമുദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. ദൈവത്തിന്റെ മഹത്വം ഉദിക്കുന്ന സന്ദർഭത്തിൽ അവർ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കണമെന്നുള്ളൊരു പ്രാർത്ഥനാ ഗാനം ക്രൈസ്തവ സഹോദരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനിയും എത്രയും പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ സഭയെ, തന്റെ കാന്തയെ സ്വീകരിക്കുവാനായിട്ട് മേഘങ്ങളിൽ രഹസ്യമായി പ്രത്യക്ഷപ്പെടും. കർത്താവ് ഗംഭീരനാദത്തോട് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങൾ ഒരുക്കത്തോടെ കാത്തിരിക്കണം എന്ന് തിരുവചനത്തിന്റെ ഓരോ ഏടുകളും നമ്മെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മൾ വിശ്വസിച്ചതിനെക്കാട്ടിലും അധികം അടുത്ത് രക്ഷ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ നീക്കി വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങൾ ധരിച്ചുകൊള്ളുക. രക്ഷ ഏറ്റവും അടുക്കൽ എത്തിയിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ഒക്കെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ പെട്ടെന്ന് വരാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭൂതലത്തിലുള്ള സകല പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുവാൻ, നഷ്ടപ്പെടാതെ പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടാം. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും, മറ്റവൻ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ തിരികല്ലിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും, മറ്റവൻ തള്ളപ്പെടും. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടെ നാം രൂപാന്തരപ്പെടും. ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും പ്രാപിക്കും വരെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? പാതാളമേ, നിന്റെ ജയമെവിടെ? നമ്മൾ കർത്താവിനോടുകൂടെ ചേരുന്ന ആ അനുഗ്രഹീതമായ അനുഭവത്തിനായി കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭക്തന്മാരുടെ പ്രാർത്ഥനയും ദൈവസഭയുടെ പ്രതീക്ഷയും ലോകത്തിന്റെ പ്രത്യാശയും യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ സംബന്ധിക്കുന്നതും യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അവന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ വേണ്ടിയുമാണ്. ഇന്ന് പകൽക്കാലം ആ ഒരുക്കത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.
നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിലെ പല പ്രിയപ്പെട്ടവരുടെയും പ്രത്യാശകൾ വ്യത്യസ്ത മേഖലകളിലാണ്. ലോകത്തിലെ പല പ്രിയപ്പെട്ടവരുടെയും ആഗ്രഹങ്ങൾ ഈ ലോകത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഒരിക്കൽ നമ്മൾ മരിക്കും. മരണം നമുക്ക് നിശ്ചയമല്ല. മരണത്തിന്റെ തണുത്ത കരങ്ങൾ ഒരു ദിവസം നമ്മെ കടന്നു പിടിക്കും. മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ കടന്നു പിടിക്കുന്നതിന് മുൻപായി ഇന്ന് പകൽ നമ്മുടെ ഹൃദയം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായാൽ യേശു എത്രയും പെട്ടെന്ന് തന്റെ ജനത്തെ ചേർക്കുവാനായിട്ട് ആകാശത്തിൽ മേഘത്തിൽ തന്റെ ദൂതന്മാരുമായി പ്രത്യക്ഷമാകുവാൻ പോകുന്ന സമയം സമാഗതമായിരിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുവാൻ നമ്മൾക്ക് ദൈവം ഭാഗ്യകരമായ പദവി നൽകുവാൻ പോകുകയാണ്. ആ പ്രതീക്ഷയുള്ള ദൈവമക്കൾ നമ്മൾ ഈ ലോകം വിട്ട് ഇവിടെയുള്ള സകലത്തെയും വിട്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കടന്ന് ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവിനോട് കൂടി ആയിരിക്കുന്ന അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നമ്മൾ ചേരും. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണും. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തോമസ് മാത്യു എന്നോട് കൂടി ഒരുമിച്ച് ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മാസം പഠിക്കുവാൻ വന്ന പ്രിയപ്പെട്ടവൻ നമുക്കെല്ലാവർക്കും പരിചയമായ ഒരു മനോഹരമായ ഗാനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നതാണ്. ലോകത്തിലെ കവികൾക്കും കലാകാരന്മാർക്കും ഓസ്കാറിലും ഗ്രാമി അവാർഡിലുമൊക്കെ ഈ ലോകത്തിലെ ചേതനയേറ്റ വസ്തുക്കളെ പറ്റിയും ഇവിടുത്തെ മനുഷ്യരെ പറ്റിയുമൊക്കെ കഥകളും കവിതകളും ഡ്രാമകളും മൂവികളും ഒക്കെ ഇറക്കപ്പെടുമ്പോൾ, എന്നാൽ ഇവിടെയുള്ള ഏതെങ്കിലും പ്രപഞ്ച വസ്തുക്കളെ കണ്ടുകൊണ്ട് മാത്രം പലതും രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമുക്ക് അതിനപ്പുറമായൊരു പ്രത്യാശയാണ് ദൈവം നൽകിയിരിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളും ഒക്കെ കടന്ന് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് പകൽക്കാലം നിങ്ങളിലുള്ള ഭാഗ്യകരമായ പദവിയെ ഇന്ന് ഹൃദയത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരിക്കൽ നമ്മളെല്ലാവരും മരിക്കും. എന്നാൽ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കടന്ന് നമ്മൾ അവരോട് കൂടി ആകാശമേഘങ്ങളിൽ അടിക്കപ്പെടും. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗവീട്ടിൽ എത്തുവാൻ ഉദിച്ചിടുന്നു എൻ മണാള. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ ജീവവൃക്ഷത്തിൻ തണലിൽ ജീവവൃക്ഷത്തിൻ തണലിൽ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ. പ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും? പ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും? എൻ നാട്ടിൽ തുടച്ചിടുവാൻ
എന്റെ പാപങ്ങളേറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ മാറോട് ചേർന്നറിയുവാൻ, അവനെ ഒന്ന് ആശ്ലേഷിപ്പാൻ
യേശുവിന്റെ മുഖമൊന്ന് ദർശിപ്പാൻ അക്കരെ നാട്ടിലേക്ക് പോകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? സുദിനത്തെ ഓർത്ത് കഴിഞ്ഞകാല ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാർ, അവർക്ക് ഈ സുദിനത്തെ ഓർത്താണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ ലോകത്തിൽ അവർക്കൊന്നുമില്ലായിരുന്നു.